ഓണത്തിനെ വരവേൽക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് മലയാളികൾ. ഇന്ന് ചിങ്ങത്തിലെ 26-ാം ദിനം. അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി ഒരുങ്ങുകയാണ് കേരളക്കര. ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ. നിങ്ങൾക്ക് മുമ്പിൽ ഓണവിശേഷങ്ങളുമായി നല്ലോണം കണ്ടോണം. നല്ലോണം കണ്ടോണത്തിലെ ഓണത്തിന്റെ പ്രത്യേക എപ്പിസോഡിൽ നമ്മളെ ആദ്യത്തെ കോളർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ 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 ആരാണ്? ശരണ്യ. ശരണ്യ. ശരണ്യ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. കോഴിക്കോട് എവിടെയാണ് സ്ഥലം? കോഴിക്കോട്. ഏത് വിഷയമാണ് പഠിക്കുന്നത്? BA മൾട്ടിമീഡിയ. ഓക്കെ. അപ്പോൾ ശരണ്യ, ഓണമാണല്ലോ ഇന്ന്, ഒന്നാം ഓണമാണ്. അപ്പോ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? എങ്ങനെയുണ്ട് കോഴിക്കോട്ടിലെ ഓണവിശേഷങ്ങളെല്ലാം? ഓണം നടന്നു പോകുന്നു. ആഘോഷത്തിലാണ്. എല്ലാരും ആഘോഷത്തിലാണ്. കുറച്ച് ഉറക്കെ സംസാരിക്കൂ ശരണ്യ. എല്ലാരും ആഘോഷത്തിലാണല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലമ്മ, രണ്ടനിയന്മാർ. അനിയന്മാരെന്ത് ചെയ്യുന്നു? പഠിക്കാണ്. 10th പഠിക്കുകയാണ്. അതെ. ഓക്കെ. അപ്പോ അനിയന്മാരുമായിട്ടൊക്കെ ഓണത്തിന്റെ അവധിക്കാലത്ത് അടിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ചേച്ചിയാണ് അല്ലേ? അതെ അതെ. ചേച്ചി നന്നായിട്ട് നോക്കാറുണ്ടോ അനിയന്മാരെയൊക്കെ? ഭക്ഷണം എല്ലാം ഷെയർ ഒക്കെ കൊടുക്കാറുണ്ടോ? ഇല്ല, അതില് നമ്മൾ കോംപ്രമൈസിനില്ല. അപ്പോഴേ നമുക്ക് ഓണത്തിന്റെ ഒരു ചോദ്യമുണ്ട്. ചോദിക്കട്ടെ ഞാൻ? ആ ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മാനം കോഴിക്കോട് വീട്ടിലെത്തും. ചോദിക്കട്ടെ ഞാന്? റെഡിയല്ലേ? ഓക്കെ. നമ്മുടെ ചോദ്യം ഇതാണ്: മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ അല്ലേ? കറക്റ്റ് ഉത്തരമാണല്ലോ. പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ ശരണ്യ കറക്റ്റ് ഉത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ സമ്മാനം വീട്ടിലേക്ക് എത്തും. പ്രതീക്ഷിക്കാതെ ഓണ ദിവസത്തിൽ ഒരു സമ്മാനം കിട്ടിയില്ലേ? സന്തോഷായില്ലേ? അപ്പോഴ് ശരണ്യ വീട്ടിലെ എല്ലാവർക്കും, അനുജന്മാർക്കും അമ്മയ്ക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ജയ്ഹിന്ദ് ടിവിയുടെ വക ഓണാശംസകൾ അറിയിക്കുക. ഒപ്പം ശരണ്യയ്ക്കും ഓണാശംസകൾ. വിളിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. താങ്ക് യു ശരണ്യ. ബൈ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ശരണ്യ ആയിരുന്നു. കോഴിക്കോട് നിന്നാണ് ശരണ്യ വിളിച്ചത്. ശരണ്യ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരവും പറഞ്ഞ് സമ്മാനവും മേടിച്ചിട്ടാണ് പോയത്. അപ്പോൾ സമ്മാനം മേടിക്കാനായിട്ട് അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. നല്ലോണം കണ്ടോണത്തിൽ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ 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 ആരാണ്? എന്റെ പേര് ജാസ്മിൻ മേരി. ജാസ്മിൻ മേരി. ഓക്കെ. ജാസ്മിൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ബാലരാമപുരത്ത് നിന്നാണ് അല്ലേ? അതെ. ഓക്കെ. ജാസ്മിൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ടിരിക്കുന്നു. ബാങ്ക് കോച്ചിങ്ങിന് പോവാണ്. ഡിഗ്രി എവിടെയാ പഠിച്ചേ? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ക്രൈസ്റ്റ് കോളേജിലാണല്ലേ? വിഴിഞ്ഞത്തുള്ള ക്രൈസ്റ്റ് കോളേജ് അല്ലേ? അതെ. ഓക്കെ. ഏതായിരുന്നു സബ്ജക്ട്? ഏതായിരുന്നു? ബികോം ടാക്സ് ആയിരുന്നു. ബികോം ടാക്സ്. ഓക്കെ. ജാസ്മിൻ, അപ്പോ ഓണം ഒക്കെ ആണല്ലോ, എന്താണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? എന്താണ്? ഓണക്കോടിയൊക്കെ എടുത്തോ? ഇല്ല, ഓണം ഷോപ്പിംഗ് ഒക്കെ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. ഓണം ഷോപ്പിംഗ് ഒക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു തിരക്കൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ കടയിലെ? വീട്ടിലാരൊക്കെയുണ്ട് ജാസ്മിൻ? വീട്ടിൽ പപ്പ, അമ്മ, പിന്നെ ഒരു അനിയത്തി. അനിയത്തി എന്ത് ചെയ്യുന്നു? BSc നഴ്സിംഗ് ആണ്, സെക്കൻഡ് ഇയർ. BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ. ഓക്കെ. പപ്പയും അമ്മ എന്ത് ചെയ്യുന്നു? പപ്പ അബ്രോഡാണ്. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ബിസിനസ് ഉണ്ട്. അങ്ങനെ. ഓക്കെ. വീട്ടില് എന്താണ് ഭക്ഷണം? സദ്യയൊക്കെ ഒരുക്കി കഴിഞ്ഞോ ഓണായിട്ട്? സദ്യയൊക്കെ ഒരുക്കാൻ പോകുന്നില്ലേ ഉള്ളൂ. ഓണം വരുന്നല്ലേ ഉള്ളൂ. ഓണം തുടങ്ങിയതേ അല്ലേ ഉള്ളൂ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ജാസ്മിൻ,
നമുക്കൊരു ചോദ്യമുണ്ട്, ഓണമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനത് ചോദിക്കും, കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു ഓണസമ്മാനം ബാലരാമപുരത്ത് ഞങ്ങൾ എത്തിക്കും. ഓക്കെ, ചോദിക്കട്ടെ, ഞാൻ ചോദ്യം ചോദിക്കട്ടെ? കറക്റ്റ് ഉത്തരം പറയുമോ? ശ്രമിക്കാം അല്ലേ? അപ്പോൾ ജാസ്മിൻ, നമ്മുടെ ചോദ്യം ഇതാണ്: ഓണാഘോഷത്തിന്റെ ഭാഗമായി പുലിക്കളിക്ക് പ്രശസ്തമായ ജില്ല ഏതാണ്? പുലിക്കളിക്ക് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ജില്ലയാണത്. ആലോചിച്ച് നോക്കൂ. ഉത്സവങ്ങളുടെ നാട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വളരെ വലിയ ഉത്സവങ്ങളെല്ലാം നടക്കുന്ന ഒരു ജില്ലയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെ? ശരിയാണ്, തൃശ്ശൂരാണ് ഉത്തരം. തൃശ്ശൂർ പൂരം മനസ്സിൽ വന്നല്ലേ? അപ്പോൾ ജാസ്മിൻ എന്തായാലും ശരി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഓണ സമ്മാനം, ശരി ഉത്തരം പറഞ്ഞതിനുള്ള സമ്മാനം ഞങ്ങൾ അങ്ങ് എത്തിക്കും കേട്ടോ. ഓക്കെ ജാസ്മിൻ, പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? ഇത് സമ്മാനം എന്നുള്ള ചോദ്യമല്ല, എൻ്റെ ഒരു ചുമ്മാ ഒരു ചോദ്യമാണ്. ചോദിക്കട്ടെ? ഓണത്തിന് സദ്യയിൽ ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? പരിപ്പേറിയും പപ്പടമാണ്. ഈ പരിപ്പേറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയോ? അമ്മ ഉണ്ടാക്കി തരും, കഴിക്കും അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വിളിക്കുമ്പോ പരിപ്പേറിയും പപ്പടമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ ജാസ്മിൻ, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓണസമ്മാനം ഞങ്ങൾ അങ്ങ് എത്തിക്കും. ഒരിക്കൽ കൂടി വീട്ടിലുള്ള എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുക. ജാസ്മിനും ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ജാസ്മിൻ. താങ്ക് യു. നമ്മുടെ രണ്ടാമത്തെ കോളർ ജാസ്മിൻ ആയിരുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്നാണ് ജാസ്മിൻ വിളിച്ചത്. അപ്പോൾ ജാസ്മിൻ കറക്റ്റ് ഉത്തരമൊക്കെ പറഞ്ഞു. ശരി ഉത്തരത്തിനുള്ള സമ്മാനവും മേടിച്ചിട്ടാണ് ജാസ്മിൻ പോയിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. നല്ലോണം കണ്ടോണത്തിൽ നമ്മുടെ അടുത്ത കോളർ കണക്ട് ആയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. ആരാണ്? എന്റെ പേര് ബെലീറ്റ. അതെ. ബെലീറ്റ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കള്ളിക്കാട്, നെയ്യാർ ഡാമിനടുത്താ. കള്ളിക്കാട് എന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള സ്ഥലമാണ് കള്ളിക്കാട്. അപ്പോ ബെലീറ്റ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യാണ്. എന്താ ചെയ്യുന്നേ? ഫിനാൻസിലാണ്. ഓക്കെ ബെലീറ്റ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ്, മോള്. മോക്ക് എത്ര വയസ്സായി? 3.5 വയസ്സായി. അപ്പോ നഴ്സറിയിലൊന്നും വിട്ടു തുടങ്ങിയില്ല അല്ലേ? പ്ലേ സ്കൂളിലാക്കിയിട്ടില്ല? പ്ലേ സ്കൂളിലാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഓണമായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഓണമായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. ഓണക്കോടിയൊക്കെ എടുത്തോ? എടുത്തു. മോക്ക് എടുത്തല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പം പ്ലേ സ്കൂൾ അവധിയല്ലേ? ഓണമല്ലേ? അപ്പൊ മോളടുത്ത് ഇരിക്കുകയാണ്. ഹലോ, കേക്കുന്നില്ലേ ബെലീറ്റ? അപ്പോ തിരുവനന്തപുരത്ത് പ്രാവശ്യം ഓണാഘോഷമൊന്നും ഇല്ല എങ്കിലും വീട്ടില് അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? വീട്ടില് കഴിഞ്ഞ പ്രാവശ്യം വരെ ഇടുന്നായിരുന്നു. പ്രാവശ്യം ഇട്ടിട്ടില്ല. ഈ പ്രാവശ്യം ഇട്ടിട്ടില്ല. അപ്പോ സദ്യയൊക്കെ എങ്ങനെ കാര്യങ്ങളൊക്കെ? സദ്യയുടെ ഒക്കെ കാര്യങ്ങൾ എവിടെ വരെ എത്തി? ഏതൊക്കെ കറികൾ ഉണ്ടാക്കി? ഓൾറെഡി എല്ലാ കളിയും വെക്കാറുണ്ട്. പായസത്തിൽ ഏതാണ് ഇഷ്ടം? പാൽപായസമാണ്. വിളിക്കുന്ന എല്ലാവർക്കും പാൽപായസമാണ് ഇഷ്ടം. എന്താ അങ്ങനെ? സേമിയ അങ്ങനെയുള്ള എല്ലാവർക്കും പാൽപ്പായ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമായതുകൊണ്ടായിരിക്കും അല്ലേ? എളുപ്പപ്പണിയാണല്ലോ, മറ്റതുപോലെ അല്ലല്ലോ. അപ്പൊ ബെലീറ്റ, നമുക്കൊരു ഓണ ചോദ്യമുണ്ട്. ചോദ്യം മാത്രമല്ല, ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനവും ഞങ്ങളങ്ങ് എത്തിക്കും. ഓക്കെ? ഓണമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പോ ശരി ഉത്തരം പറയുവോ? നോക്കാം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്:
ആദ്യ ദിവസം പൂക്കളത്തിൽ ഇടാൻ ഉപയോഗിക്കുന്ന പൂവിന്റെ നിറം എന്താണ്? ഒന്നാലോചിച്ചു, അത്തപ്പൂക്കളമൊക്കെ ഇടുന്നതല്ലേ? വൈറ്റ് അല്ലേ? എല്ലാ വർഷവും അത്തപ്പൂക്കളം ഇടുന്നതിന്റെ ഗുണമുണ്ട്. വൈറ്റ് തന്നെയാണ് ശരി ഉത്തരമാണ്, കറക്റ്റ്. അപ്പൊ ഓണസമ്മാനം കിട്ടിയില്ലേ ഓണ ദിവസമായിട്ട്? ഒത്തിരി സന്തോഷമുണ്ട്. വെലീറ്റ വീട്ടിലെല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുക. മോൾക്ക് പ്രത്യേക ഓണാശംസകൾ ജെയിൻ ടിവിയുടെ വക അറിയിക്കുക കേട്ടോ. എന്റെ കുടുംബത്തിന്റെ ഓണാശംസകൾ. താങ്ക് യു വെലീറ്റ, താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഓണാശംസകൾ, സമ്മാനം വീട്ടിലേക്ക് എത്തും. ശരി വെലീറ്റ, താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത കോളർ ബെലീറ്റ ആയിരുന്നു. ബെലീറ്റയും കറക്റ്റ് ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടാണ് പോയത്. ഓണസമ്മാനം ബെലീറ്റയ്ക്കുള്ള ഓണസമ്മാനം ഞങ്ങൾ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ ഹലോ, ആരാണ്? എന്റെ പേര് പ്രിയാശ്യാം എന്നാണ്. പ്രിയാശ്യാം, എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ മലയൻകീഴിൽ നിന്നാണ് വിളിക്കുന്നത്. മലയൻകീഴിൽ നിന്നാണ്. തിരുവനന്തപുരം ജില്ലക്കാരാണല്ലോ കൂടുതലും. അതെന്താ അങ്ങനെ? വിളിക്കുന്ന എല്ലാവരും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ്. നമുക്ക് 1-2 കോളുകൾ വന്നിരുന്നു മറ്റു ജില്ലകളിൽ, എന്നാലും കൂടുതൽ പേരും തിരുവനന്തപുരമാണ്. ഞാനും തിരുവനന്തപുരം നിവാസിയാണ് കേട്ടോ. അപ്പൊ പ്രിയ എന്താണ് ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണോ? അല്ല, ഞാൻ എഴുത്തുകാരിയാണ്. എഴുത്തുകാരിയാണ്. അപ്പൊ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലായിരിക്കുമല്ലോ. വായിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. 2 പുസ്തകങ്ങൾ റിലീസ് ചെയ്തു. അടുത്ത 3ാമതൊരു നോവല് ഇപ്പോ ഉടനെ റിലീസ് ചെയ്യും സെപ്റ്റംബറിൽ. റിലീസ് ചെയ്ത പുസ്തകങ്ങളുടെ പേരെന്തൊക്കെയാണ്? എന്റെ ആദ്യത്തെ കഥാസമാഹാരം മധുര നെല്ലിക്ക എന്നാണ്. ഓക്കെ. രണ്ടാമത്തത് മഞ്ഞപ്പുതപ്പ്. ഓക്കെ, 2 കഥാസമാഹാരങ്ങളാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇതേപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ സാധിക്കട്ടെ. അപ്പൊ പ്രിയ, ഓണമൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണം കുട്ടിക്കാലത്തെ ഓണമാണോ? കുട്ടിക്കാലത്തെ ഓണത്തിന്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് കേൾക്കണം. നിലവിലെ ഓണത്തിന്റെ വിശേഷങ്ങൾ എവിടെ വരെ എത്തി നിൽക്കുന്നു? നിലവിലെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം വാണിജ്യവൽക്കരിച്ച ഓണമാണല്ലോ. ഇപ്പോ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓണം എല്ലാം നമ്മുടെ ഈ ക്ലബുകളും സാംസ്കാരിക വകുപ്പിന്റെ ഒക്കെ ഓണങ്ങളാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓണമൊക്കെ എന്ന് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഓണമായിരുന്നു. ഇപ്പൊ നമ്മൾ മുതിർന്നു കഴിഞ്ഞപ്പോഴുള്ള ഓണം എന്ന് പറയുമ്പോഴത്തേക്കും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഓണം പോലെ ആയിപ്പോയി. റെഡിമെയ്ഡ് ഓണമാണോ അല്ലേ? റെഡിമെയ്ഡ് ഓണമാണ് സത്യമായിട്ടും. സദ്യ പോലെ റെഡിമെയ്ഡ് അല്ലേ? അതെ അതെ. ഭൂരിഭാഗം വീടുകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് കുറച്ച് കൂടുതലാണ്. സദ്യ ആയാലും വാഴയില പോലും അല്ലേ? ഈ ഫ്ലാറ്റിലുള്ളവരെല്ലാം വാഴയില ഉൾപ്പെടെ റെഡിമെയ്ഡ് ആണല്ലോ മേടിക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഇലയിൽ ഉണ്ടെന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളുടെ ഓണം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഓണമാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ നഗരത്തിലുള്ളവരുടെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും വാഴയിലുള്ള സദ്യയില്ല, പേപ്പർ പ്ലേറ്റ് ആണ്. അതുപോലെ തന്നെ പേപ്പറിലുള്ള വാഴയിലാണ് ഊണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ 5 പേർക്കോ അല്ലെങ്കിൽ ഒരു എല്ലായിടം എന്ന് പറയുമ്പോഴത്തേക്ക് അണുകുടുംബങ്ങളാണ്. ഒരു 4 പേർക്കോ 5 പേർക്കോ ഊണ് വേണം പറഞ്ഞ് എവിടെയെങ്കിലും ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പടിവാതിൽക്കൽ ഓണസദ്യ കൊണ്ടുവരുന്നു. വീട്ടില് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ആ സമ്പ്രദായം ഇല്ല ഇപ്പൊ. അതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പവും, അതാണ് ആർക്ക് സമയവും ഇല്ലല്ലോ അല്ലേ? അതെ, പരിമിതമായ സമയമേ ഉള്ളൂ, തിരക്ക് പിടിച്ച ജീവിതമാണ്. അതെ, എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്. ഓണപ്പാച്ചിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും, ജീവിക്കാനായിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. അപ്പോ പ്രിയയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാന്, ഹസ്ബൻഡ്, മോള് ആണുള്ളത്. മോൾ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? മോളിപ്പോ ഡിഗ്രി 2nd ഇയറിന് പഠിക്കുകയാണ്. എവിടെയാണ് പഠിക്കുന്നത്? മോള് ഇവാനിയസ് കോളേജിലാണ് പഠിക്കുന്നത്. ഇവാനിയസിലാണ്. അപ്പൊ ഒരു വീട്ടമ്മ കൂടിയാണ് അല്ലേ? കുടുംബിനിയാണ്. തീർച്ചയായും. അപ്പോ ഓണക്കോടിയൊക്കെ എടുത്തോ? ഇല്ല, ഓണക്കോടിയൊന്നും എടുത്തില്ല. ഓണക്കോടി എടുക്കാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. ഇനി ദിവസങ്ങളുണ്ടല്ലോ. അതെ അതെ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ള ആൾക്കാര് ഈ തിരക്കുകൾക്കിടയിലേക്ക് പോവാൻ മടിച്ച് ഓണത്തിന് ശേഷമാണ് പലപ്പോഴും ഓണക്കോടിയൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഞങ്ങളെല്ലാരും ആ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ്. എന്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. ഇപ്പൊ പൂരടം, ഉത്രാടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ദിവസങ്ങളിലൊക്കെ ട്രിവാൻഡ്രത്ത് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ വൻ തിരക്കാണ്. അതെ, പലർക്കും തിരക്കുകളിലേക്ക് പോകാൻ മടിയാണ്.
എന്ന് പറഞ്ഞാല് പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന ശീലം ഇത്തിരി കുറഞ്ഞു എന്ന് പറയുന്നത്. ഓൺലൈനിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ നമുക്ക് കണ്ട് ഓൺലൈൻ ചെയ്ത് പിന്നെ പേയ്മെന്റ് ചെയ്ത് വാങ്ങാവുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയിട്ടുള്ള പിന്നെ വില കുറവുമാണ്. ഇപ്പൊ നമ്മളെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതിനെക്കാട്ടിലും വില കുറവാണ് ഓൺലൈൻ പർച്ചേസിങ് കിട്ടുന്നത്. ഓണക്കോടി റെഡിമെയ്ഡ് ആയപ്പോ പിന്നെ തീർച്ചയായും പിന്നെ ഞാൻ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങാറില്ല. ഓണത്തിനെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് സെറ്റ് മുണ്ടാണ്. ഇപ്പൊ ഒരു 7 കൊല്ലം കൊണ്ട് തന്നെ സെറ്റ് സാരി സെറ്റ് മുണ്ട് എന്നുള്ളതാണ് എന്റെ ഓണക്കോടി. അപ്പൊ ഈ പണ്ട് കാലത്തെ ഓണം വെച്ച് റിലേറ്റ് ചെയ്യുമ്പോ കമ്പയർ ചെയ്യുമ്പോ ഇപ്പോഴത്തെ ഓണം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് റെഡിമെയ്ഡ് ഓണമാണ് നമ്മളെല്ലാവരും ആഘോഷിച്ചു വരുന്നത് പുതുതലമുറ. അപ്പോൾ ഞങ്ങൾക്കറിയാത്ത പല എക്സ്പീരിയൻസുകളും നിങ്ങൾക്ക് ഓണ സമയത്ത് ഉണ്ടാവുമല്ലോ. ഓണക്കളികളുണ്ട്, ഓണത്തിന് അത്തപ്പൂടം പൂ പറിക്കാൻ പോകുന്നതായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ എപ്പോഴും ഇന്നും ഓർത്തിരിക്കുന്ന ഒരു ഓർമ്മ എന്താണ്? എന്റെ ബാല്യത്തിൽ എന്ന് പറയുമ്പോ എന്റെ അയൽവക്കത്ത് ഒരു 4 കുട്ടികളുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു താമസിച്ചിരുന്നത്. അവരാണ് എന്റെ കൂട്ടുകാര്, കൽക്കൂട്ടുകാരെന്ന് പറയും. അപ്പൊ ഞങ്ങള് ഒരേ സമപ്രായക്കാര് തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങള് അത്തം തുടങ്ങുമ്പോ തന്നെ എന്നും രാവിലെ പ്ലാസ്റ്റിക് കൂടകളുമായിട്ട് ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാല് മണ്ണന്തലയാണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് മലയൻകീഴാണ്. പക്ഷെ ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് മണ്ണന്തലയാണ്. അപ്പൊ മണ്ണന്തല എന്ന് പറയുമ്പോ ഇന്നത്തെ ഒരു പുരോഗമനം ഒന്നും അന്ന് വന്നിട്ടില്ല. അപ്പോ ഞങ്ങളുടെ റോഡിന്റെ ഇരുവശങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക പൂ വിരിയുന്ന ആ ചെടികളെല്ലാം പടർന്നു കിടക്കുന്ന ഒരു റോഡാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും ഈ 5 പേരും കൂടെ ഈ പ്ലാസ്റ്റിക് കവറുകളും കൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ ഈ റോഡ് നീളെ ഇങ്ങനെ പ്ലാസ്റ്റിക് പെന്റെ പിള്ളേര് പിന്നെ ആക്രി അന്വേഷിച്ച് നടക്കുന്നത് പോലെ ഞങ്ങൾ ഇങ്ങനെ പൂ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ പ്രിയ, നമുക്ക് ഓണത്തിന്റെ പ്രത്യേക എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഓണ ചോദ്യമുണ്ട്. അപ്പോ ചോദ്യം മാത്രമല്ല, കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഓണ സമ്മാനം ഉണ്ട് ഞങ്ങളുടെ വക, കേട്ടോ? അപ്പോ ഓണമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം തന്നെയാണ്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? തീർച്ചയായും. ശരി ഉത്തരം പറയണം. അപ്പോ നമ്മുടെ ചോദ്യം ഇതാണ്: പ്രശസ്തമായ അത്തച്ചമയവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണ്? പ്രശസ്തമായ അത്തച്ചമയവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണിത്. തൃശ്ശൂരല്ല, പക്ഷെ ഏതാണ്ട് ഈ തിരുവനന്തപുരം, തൃശ്ശൂർ ഇതുപോലുള്ള ഒരു പേരാണ്. അതേ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പോരട്ടെ, അത് തന്നെ ഉത്തരം. ഒന്നുകൂടെ പറയൂ. തൃക്കാക്കര അല്ല. അതേപോലെ അതേ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേരങ്ങ് പറഞ്ഞാൽ മതി, തീർന്നു പ്രശ്നം. തൃശ്ശൂരല്ല, തിരുവനന്തപുരം അല്ല. ഉത്തരം അറിയോ? ഇല്ല, അറിയില്ല. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. തൃപ്പൂണിത്തറ. അപ്പോ പ്രിയ, എന്തായാലും ആ സ്ഥലം അറിയായിരുന്നോ? ഉത്തരം അറിയായിരുന്നോ? അല്ല, ഉത്തരം അതാണെന്ന് അറിയായിരുന്നോ? അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോ എന്തായാലും പ്രിയ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീട്ടിലുള്ള എല്ലാവർക്കും, കുടുംബത്തിന് മൊത്തം ഞങ്ങളുടെ വക ഓണാശംസകൾ അറിയിക്കുക. അപ്പോ ഒരിക്കൽ കൂടി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് പ്രിയ. നമ്മുടെ അടുത്ത കോളർ പ്രിയ ആയിരുന്നു. പ്രിയയ്ക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല, എങ്കിലും വിളിച്ചതിൽ ഒരിക്കൽ കൂടി സന്തോഷം പ്രിയ. ഹാപ്പി ഓണം. നല്ലോണം കണ്ടോണത്തിലെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. ആരാണ്? എന്റെ പേര് ശ്രീമഹി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമഹി, തിരുവനന്തപുരത്ത് എവിടെയാണ് സ്ഥലം? പട്ടത്ത് നിന്നാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ആക്ടിവിസ്റ്റ് ആണ്, ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ശ്രീമഹി മാം, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. എന്റെ പ്രോപ്പർ പ്ലേസ് കാട്ടാക്കടയാണ്.
ഞാൻ ഇപ്പോ താമസിക്കുന്ന പട്ടത്താണ്. അനിയൻ എന്ത് ചെയ്യുന്നു? പ്രവൃത്തി മേഖല എന്ന് പറയുന്നതാണ് തിരുവനന്തപുരം സിറ്റി. ഓക്കെ. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയിപ്പോ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഓണം എവിടെ എത്തി നിൽക്കുകയാണ്? ഓണ വിശേഷങ്ങളൊന്ന് പറയൂ ഞങ്ങളോട്. ഓണം അറിയാലോ, ഭയങ്കരമായിട്ട് ആഘോഷമൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു സന്തോഷത്തിന്റെ ദിനമല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊരു ഓണ ചോദ്യമുണ്ട്. ഓണച്ചോദ്യം മാത്രമല്ല, ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനവും ഞങ്ങൾ വീട്ടിലെത്തിക്കും. ചോദ്യം ചോദിക്കട്ടെ? മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ഓണക്കാലത്ത് നടത്തി വരുന്ന പ്രശസ്തമായ വള്ളം കളി ഏതാണ്? ഓണക്കാലത്ത് ഉത്രട്ടാതി വള്ളംകളി. കറക്റ്റ് ആണല്ലോ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അല്ലേ? കറക്റ്റ് ഉത്തരമാണ്. അപ്പോ ശരി ഉത്തരം പറഞ്ഞതിനുള്ള സമ്മാനം, ഓണ സമ്മാനം വീട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കും കേട്ടോ. ഞങ്ങക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? പാട്ടൊന്നും പാടാൻ അത്ര ആയിട്ടില്ല അല്ലേ? താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇത് തന്നെയാണ് പറയാനുള്ളത്. വീട്ടിലുള്ള എല്ലാവർക്കും, കുടുംബത്തിലുള്ള എല്ലാവർക്കും, ശ്രീമതി മാമിനും ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാവിധ ഓണാശംസകളും നേരെയാണ്. നല്ലൊരു വർഷമായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ശ്രീമയി ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് കോളർ. ഓണച്ചോദ്യത്തിന് ശരിയുത്തരം പറഞ്ഞ് ഓണസമ്മാനവും മേടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എനിവേ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ശ്രീമയി. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഓണത്തിൻ്റെ നല്ലോണം കണ്ടോണം ഈ ഒരു പ്രത്യേക എപ്പിസോഡിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ.